നമസ്കാരം, ഞാൻ സിബിക്കുട്ടി ഫ്രാൻസിസ്, വർക്കിംഗ് പ്രസിഡന്റ് കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INUC. KSEBയിലെ ഇലക്ട്രിസിറ്റി വർക്കർമാരുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വൈദ്യുതി ബോർഡിൽ ഈ മെയ് മാസം 31-ാം തീയതി ഏതാണ്ട് 1500ഓളം ജീവനക്കാർ റിട്ടയർ ചെയ്യാൻ പോവുക. ആ സാഹചര്യം വരുമ്പോൾ 34,000-ഓളം ജീവനക്കാർ വേണ്ടുന്ന ഈ സ്ഥാപനത്തിൽ ജീവനക്കാരുടെ എണ്ണം ഏതാണ്ട് 24,000-ത്തിനടുത്ത് ചുരുങ്ങും. എന്ന് പറഞ്ഞാൽ 10,000-ൽ അധികം ജീവനക്കാരുടെ കുറവാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സ്ഥാപനം എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളത് ഉപഭോക്താക്കളും അതുപോലെ തന്നെ മാനേജ്മെന്റും മനസ്സിലാക്കണം. പല സെക്ഷനിലും ജീവനക്കാരുടെ എണ്ണം വളരെ കുറവാണ്. 12 ലൈൻമാൻ വേണ്ടെടുത്ത് 6 എണ്ണം മാത്രമാണുള്ളത്. ജനറൽ ട്രാൻസ്ഫർ വരുമ്പോൾ പോസ്റ്റിംഗ് സ്ട്രെങ്ത് എന്ന പേരിൽ ജീവനക്കാരുടെ എണ്ണം പല സെക്ഷനിലും വെട്ടിക്കുറച്ചിരിക്കുകയാണ്. ആ കുറവ് നിർത്തുന്നതിന് വേണ്ടി ഇപ്പോൾ പിൻവാതിലിലൂടെ നിയമനം നടത്തിക്കൊണ്ടിരിക്കുന്നു. 60-70 വയസ്സ് കഴിഞ്ഞവരെ വരെ നിയമിക്കുന്നു. അവരെ നിയമിച്ചാൽ അവരെ പോസ്റ്റിൽ കയറ്റാൻ പറ്റില്ല. ഫീൽഡിലെ തസ്തികയിലേക്ക് ആളെ എടുത്തിട്ട് ഓഫീസ് ജോലികൾ ചെയ്യിക്കുന്നു. അങ്ങനെ ഫീൽഡിലെ ജോലികൾ ഇപ്പം മൺസൂൺ വരാൻ പോവുകയാണ്. പ്രീ മൺസൂൺ മെയിൻ്റനൻസ് ഒന്നും നടത്തിയിട്ടില്ല. അപ്പോൾ ജീവനക്കാരെ ഓഫീസുകളിൽ കഴി ഉപഭോക്താക്കൾ ആക്രമിക്കുന്ന സംഭവം ഉണ്ടാവും. ഇനി അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം മാനേജ്മെന്റിനാണ്. ഏതായാലും പുതിയ ചെയർമാൻ വന്നിട്ടുണ്ട്. അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒഴിവുകൾ നികത്തണം. ഉള്ള ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ കോൺട്രാക്റ്റിൽ ആളെ എടുത്താൽ പോലും CA റെഗുലേഷൻ അനുസരിച്ച് ആളെ എടുക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ക്വാളിഫിക്കേഷൻ ഉള്ളവരെ എംപ്ലോയ്മെന്റ് ഉൾപ്പെടെയുള്ള മേഖലയിൽ നിന്നും എടുക്കാൻ, അതല്ലാതെ പിൻവാതിലിലൂടെയുള്ള നിയമനത്തെ അംഗീകരിക്കാൻ സാധിക്കില്ല. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നിലവിലുള്ള കുറെ ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഉണ്ട്. അതായത് 8 വർഷത്തിലധികമായി വർക്കറായി തുടരുന്നവരാണ്. അവർ പ്രൊമോഷൻ കാത്തു നിൽക്കുന്നവരാണ്. മറ്റ് കാറ്റഗറികളിലൊക്കെ പ്രൊമോഷൻ കിട്ടിയപ്പോഴും ഈ ഇലക്ട്രിസിറ്റി വർക്കേഴ്സിന് മാത്രം പ്രൊമോഷൻ കിട്ടിയിട്ടില്ല. അപ്പോൾ അവർക്ക് പ്രൊമോഷൻ ഇതുവരെയും കൊടുക്കാത്തതിന്റെ കാരണം ചോദിച്ചുകൊണ്ട് ഞങ്ങൾ വിവരാവകാശ നിയമപ്രകാരം KSEBയിലെ ചീഫ് എഞ്ചിനീയർ HRMന് ഒരു കത്ത് നൽകിയിട്ടുണ്ടായി. ആ കത്തിൽ ഞങ്ങൾ ചോദിച്ച 2 ചോദ്യങ്ങളാണ് ചോദിച്ചത്. KSEBയിൽ ഇലക്ട്രിസിറ്റി വർക്കർമാരുടെ പ്രൊമോഷൻ നാളുകളായി പുറത്തിറക്കുന്നില്ലാത്തതിന്റെ കാരണം വ്യക്തമാക്കാമോ? ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, പ്രൊമോഷൻ തടയപ്പെട്ടിരിക്കുന്നത് ഏതെങ്കിലും ഉത്തരവുകളുടെയോ കോടതി വിധിയുടെയോ അടിസ്ഥാനത്തിലാണെങ്കിൽ ഉത്തരവ് അല്ലെങ്കിൽ വിധി പകർപ്പ് ലഭ്യമാക്കുക. ഇങ്ങനെ 2 ചോദ്യമാണ് ചോദിച്ചത്. അപ്പൊ ഈ 2 ചോദ്യത്തിനും നമ്മുടെ ചീഫ് എഞ്ചിനീയർ ഓഫീസിലെ എഴുത്താശാന്മാരും വിദ്യാഭ്യാസ വിദഗ്ധരും ബുദ്ധിമാന്മാരും എല്ലാവരും വളരെ ആലോചിച്ച് പഠിച്ച് ഞങ്ങൾക്കൊരു മറുപടി നൽകി. അവിടെയുള്ള സീനിയർ അസിസ്റ്റന്റ് ആയിക്കോട്ടെ, സീനിയർ സൂപ്രണ്ട് ആയിക്കോട്ടെ, അവസാനം അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഒപ്പിട്ട് ഞങ്ങൾക്കൊരു മറുപടി നൽകി. ഈ 2 ചോദ്യത്തിനും ചേർത്ത് അവർ ഒരു ഉത്തരവാണ് നൽകിയത്. അവർ നൽകിയിരിക്കുന്ന ഉത്തരം, നിലവിൽ പ്രവർത്തിയെടുക്കുന്ന ഇലക്ട്രിസിറ്റി വർക്കർമാർക്ക് സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി അനുശാസിക്കുന്ന യോഗ്യതയുടെ അഭാവം കാരണമാണ് പ്രൊമോഷൻ കൊടുക്കാത്തതെന്ന്. അപ്പോൾ ഇതാ ഞങ്ങൾ അങ്ങോട്ട് പറയുന്നു, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. കാരണം വിവരാവകാശം അനുസരിച്ച് ഒരു മറുപടി കൊടുത്താൽ അത് കൃത്യമാണ്. അത് നമുക്കാർക്കും തർക്കമില്ല. അവിടെ ആരും ഒന്നും മറച്ചു വെക്കില്ല. അവിടെ നുണ പറയില്ല. നുണ പറഞ്ഞാൽ അവർ അകത്താവും. അത് വേറെ വിഷയം. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി അനുശാസിക്കുന്ന യോഗ്യതയുടെ അഭാവം കാരണമാണ് പ്രൊമോഷൻ കൊടുക്കാത്തതെന്ന്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പറയുന്നു, ചീഫ് എഞ്ചിനീയർ HRMനോടും ബോർഡ് ചെയർമാനോടും ഒക്കെ പറയുന്നു, സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി അനുശാസിക്കുന്ന PSSC പവർ സെക്ടർ സ്കിൽ കൗൺസിൽ പ്രകാരമുള്ള ട്രെയിനിങ് എല്ലാ ജീവനക്കാർക്കും കൊടുത്തു. കഴിഞ്ഞ 10-ാം തീയതി കൊണ്ട് ട്രെയിനിങ് മുഴുവൻ കഴിഞ്ഞു. അതിൻ്റെ ടെസ്റ്റ് നടത്തിയതിൻ്റെ ലിസ്റ്റ് എല്ലാം പബ്ലിഷ് ചെയ്തു. എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ നിലവിൽ KSEBയിലുള്ള അർഹതപ്പെട്ടവരെല്ലാം, ട്രെയിനിങ് കിട്ടിയവരൊക്കെ എല്ലാവരും യോഗ്യരായി കഴിഞ്ഞു. അതുകൊണ്ട് നിലവിലുള്ള ഇലക്ട്രിസിറ്റി വർക്കേഴ്സിനെല്ലാം പ്രൊമോഷൻ കൊടുക്കുന്നതിന് നിലവിൽ യാതൊരു തർക്കവുമില്ല എന്ന് ചീഫ് എഞ്ചിനീയറുടെ ഓഫീസ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അവരെല്ലാവരും PSSC പ്രകാരമുള്ള ട്രെയിനിങ്, സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി അനുശാസിക്കുന്ന ട്രെയിനിങ് നേടിക്കഴിഞ്ഞ് അവർ CA റെഗുലേഷൻ പ്രകാരം യോഗ്യരായിരിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ പ്രൊമോഷൻ ഏതായാലും ഉടൻ തന്നെ ഇറക്കണം. അടുത്ത ആഴ്ച തന്നെ ഇറക്കണം. ജനറൽ ട്രാൻസ്ഫറിന് മുമ്പ് തന്നെ ഇലക്ട്രിസിറ്റി വർക്കേഴ്സിന്റെ പ്രൊമോഷൻ ഇറക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇത് സംബന്ധിച്ചൊരു കത്ത് ഞങ്ങൾ
ഇന്ന് ചീഫ് എഞ്ചിനീയർ HRM-ന് നൽകിയിട്ടുണ്ട്. അത് പരിശോധിച്ച് ഉടൻ ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പുതിയ ചെയർമാന് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ആളാണെന്ന് ഞങ്ങൾക്കറിയാം, മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഇവിടുത്തെ ഈ അജിറ്റേഷൻസ്, ജീവനക്കാർക്കിടയിൽ ഉണ്ടാകുന്ന വിഷമങ്ങൾ മാറ്റി ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനം നല്ലതാകുന്നതിന് വേണ്ടി വർക്കേഴ്സിന് പ്രൊമോഷൻ കൊടുത്ത് അവരെ ലൈൻമാനാക്കുക. അപ്പോൾ പിന്നെ വർക്കർമാരെ എംപ്ലോയ്മെന്റ് വഴിയൊക്കെ എടുക്കാൻ നമുക്ക് സാധിക്കും എന്ന് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.